Dear students, next unit നമുക്ക് നോക്കാനുള്ളത് rights issue. Section 62 of Companies Act 2013 provides for issue of shares on right basis when a public company decided to increase its subscribed share capital by issue of additional shares at any time after the expiry of 2 years of its formation or 1 year of first allotment of shares, whichever is earlier. Such shares must first be offered to existing shareholders of the company in proportion to the shares held by them. ഇപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രൊവൈഡ്സ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓൺ റൈറ്റ് ബേസിസ്. റൈറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ദെൻ public company decide to increase its subscribed share capital by issue of additional shares at any time. അല്ല, ഏതെങ്കിലും ഒരു സമയത്ത് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കമ്പനി തീരുമാനിക്കുകയാണെങ്കിൽ ആഫ്റ്റർ എക്സ്പയറി ഓഫ് 2 years ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ, കമ്പനി ഫോം ചെയ്ത് 2 വർഷം കഴിഞ്ഞതിന് ശേഷം, ഓർ 1 year ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, 1 year ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ വിച്ച് എവർ ഈസ് ഏർലിയർ. സച്ച് ഷെയർസ് മസ്റ്റ് ഫസ്റ്റ് ബി ഓഫേർഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അങ്ങനെ കമ്പനി തീരുമാനിക്കുകയാണെങ്കിൽ, അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഷെയർ ഫസ്റ്റ്ലി ഓഫർ ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ഹോൾഡിംഗ്. ദെൻ this issue of shares by an existing company to the existing shareholders on right basis is a issue of shares by an existing company to the existing shareholders. Existing company, existing shareholders on right basis അല്ലേ, in proportion to their present holding is known as right issue. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പ്രസൻറ്റ് ഹോൾഡിങ്ങിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ന്യൂ ഇഷ്യൂ നടത്തുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവർക്ക് ഷെയർ അലോട്ട് ചെയ്താൽ അതിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന പേരിൽ പറയുന്നത്. ദ ഷെയർസ് ദസ് ഓഫേർഡ് ആർ നോൺ ആസ് റൈറ്റ് ഷെയർസ്. സച്ച് റൈറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് പ്രീഎംപ്റ്റീവ് റൈറ്റ്. Then provision in Companies Act 2013 as to right issue. Right issue ആയിട്ട് ബന്ധപ്പെട്ട 2013 Companies Actൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പ്രൊവിഷൻസ്. As per section 62 of the act, when a company having share capital propose to increase its subscribed capital by issue of further shares, such shares are to be offered. അല്ലേ, കമ്പനിയെ സംബന്ധിച്ച് കമ്പനി ഷെയർ ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ കമ്പനി ആ ഷെയർ ഓഫർ ചെയ്യേണ്ടത് താഴെ പറയുന്ന പ്രകാരമായിരിക്കണം. ദ പേഴ്സൺ who at the date of offer are holders of equity shares of company in proportion to the paid up share capital of those shares by sending the letter of offer subject to the following condition. To a person who at the date of the offer are the holders of equity shares of the company in proportion to be paid up share capital on those shares by sending a letter of offer subject to the following condition. താഴെ പറയുന്ന കണ്ടീഷൻ പ്രകാരം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അവർ ഷെയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈ ഓഫർ പ്രൊവൈഡ് ചെയ്യണം. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആ ഓഫർ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓഫർ ഓഫ് ലെറ്റർ സെൻഡിങ് അയക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ദ ഓഫർ ഷാൽ ബി മെയ്ഡ് ബൈ നോട്ടീസ് സ്പെസിഫൈങ് ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് ആൻഡ് ലിമിറ്റിംഗ് ദ ടൈം നോട്ട് ബീയിങ് ലെസ് ദാൻ 15 days. 15 ദിവസത്തിൽ കുറയാത്ത ഡേയ്സും ആൻഡ് നോട്ട് എക്സീഡിങ് 30 days. അല്ലേ, ഫ്രം ദ ഡേറ്റ് ഓഫ് ഓഫർ വിതിൻ വിച്ച് ദ ഓഫർ ഇഫ് നോട്ട് അക്സെപ്റ്റഡ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഡിക്ലൈൻഡ്. അപ്പോൾ ആ ഒരു ഓഫർ 15 ദിവസത്തിൽ കുറയാത്ത 30 ദിവസത്തിൽ അധികരിക്കാത്ത ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് ആ ഒരു ഓഫർ പുതിയ ഷെയർ സ്വീകരിക്കാനുള്ള അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓഫർ അവർക്ക് കൊടുക്കണം. അവർ അക്സെപ്റ്റ് ചെയ്യാനോ അവർക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഡിക്ലൈൻ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. Unless the articles of company otherwise provide, the offer shall be deemed to include right exercisable
by the person concerned to renounce the shares offered to him in favor of any other person. എന്താ പറഞ്ഞേക്കുന്നത്? Unless the articles of company otherwise provide, the offer shall be deemed to be include the right exercised by a person concerned to renounce the shares offered to him in favor of any other person. അപ്പോൾ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പേഴ്സണ് ആ ഓഫർ കൊടുക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച്. ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ടൈം സ്പെസിഫൈഡ് ഓർ റെസിപ്റ്റ് ഓഫ് earlier intimation from a person to whom such notice is given that he declined to accept the shares offered. അയാൾ ആ ഷെയർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ the board of directors may dispose them in such a manner which is not ഡിസഡ്വാൻറ്റേജ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കമ്പനിക്കും ഷെയർ ഹോൾഡേഴ്സിനും ഡിസഡ്വാൻറ്റേജ് വരാത്ത നിലയിൽ ആ ഷെയർ എന്ത് ചെയ്യാൻ പറ്റും? ആ ഷെയർ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻ അഡീഷൻ കൂടെ ബി ടു എംപ്ലോയി under the scheme of employee stock option subject to special resolution passed by company and subject to such condition as may be prescribed. അപ്പോൾ പറഞ്ഞേക്കാം to employ under the scheme of employee stock option and subject to special resolution passed by company and subject to such condition as may be prescribed. Then, or to any person if the authorized by special resolution whether or not those person include the person referred to clause 1. അപ്പോൾ നമ്മൾ clause 1 പറഞ്ഞത് or the clause 2 ഇപ്പോൾ പറഞ്ഞത് എംപ്ലോയി അണ്ടർ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം നമ്മൾ പറഞ്ഞു അല്ലേ. clause 2 either for cash or for consideration other than cash if the price of such shares is determined by valuation report of registered value subject to condition as may be prescribed. അപ്പം പ്രിസ്ക്രൈബ് കണ്ടീഷൻ പ്രകാരം രജിസ്റ്റേർഡ് വാല്യൂ ചെയ്യുന്നത് ആ ഷെയറിൻ്റെ പ്രൈസ് വാല്യൂ ചെയ്യുന്നത് രജിസ്റ്റേർഡ് വാല്യൂ ആയിരിക്കും. The notice shall be dispatched through the registered post or speed post or through electronic mode to existing shareholders at least 3 days before the opening issue. അപ്പം ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് അറ്റ്ലീസ്റ്റ് മുമ്പ് സ്പീഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിലോ ഇലക്ട്രോണിക് മോഡിലോ മെയിലായിട്ടോ ആ ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. Then സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് റൈറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ്. ദ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റിക്വയർമെൻറ്റ് റെഗുലേഷൻ ഇസ് ആപ്ലിക്കബിൾ ടു ലിസ്റ്റഡ് കമ്പനീസ് ഹു ആർ interested to issue the right shares to existing shareholders. The different regulations are stated below. First one, a record date. The listed company making the right issue shall announce a record date for the purpose of determining the shareholders eligible to apply for specified securities in proposed right issue. അപ്പോൾ ആ ഒരു റൈറ്റ് ഇഷ്യൂ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന റൈറ്റ് ഇഷ്യൂ ആ ഓഫർ കൊടുത്തിരിക്കുന്നത് അതാരാണോ സ്വീകരിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത് അവർ തീരുമാനിക്കാൻ വേണ്ടി ഒരു റെക്കോർഡ് ഡേറ്റ് കമ്പനി സ്പെസിഫൈ ചെയ്തിരിക്കുക. മേക്കിംഗ് റൈറ്റ് ഇഷ്യൂ ഷാൽ അനൗൺസ് എ റെക്കോർഡ് ഡേറ്റ്. ഒരു റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കണം. ആ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് ആരാണോ എലിജിബിൾ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. A record date is a date which determines the actual holders of securities for right entitlement. അല്ല, it is fixed by the company in advance. ആയിട്ട് കമ്പനി റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കണം. The issuer shall not withdraw the right issue after announcement of record date. റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം ഇഷ്യൂർ റൈറ്റ് ഇഷ്യൂ നടത്താതിരിക്കാൻ പാടില്ല. If the issuer withdraw the right issue after announcing the record date അനൗൺസ് ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്താൽ കമ്പനിയെ സംബന്ധിച്ച് it shall not make the application for listing any of its specified securities on any recognized stock exchange for a period of 12 months from the record date announced. റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്ത് തൊട്ട് 12 മാസം വരെ ആ കമ്പനിയുടെ ഒരു സെക്യൂരിറ്റീസും ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. രജിസ്റ്റേർഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. Then, restriction on right issue. No issuer shall make the right issue of equity shares unless it have been made reservation of equity shares of the same class in favor of its holding of outstanding convertible debt instrument and proportion to convertible part thereof. അപ്പോൾ കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് നിലനിൽക്കുന്ന ഡ്യൂ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ റൈറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്.
അപ്പോൾ ആദ്യം ഒരു കൺവേർഷൻ നടന്നതിന് ശേഷം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇക്വിറ്റി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ റൈറ്റ് ഇഷ്യൂ നടത്താൻ പാടുള്ളൂ. The equity shares reserved for the holders of fully or partly convertible debt instruments shall be issued at the time of conversion of such convertible debt instrument on the some terms at which the equity shares offered in the right issue were issued. And equity shares reserved for the holders fully and partly convertible debt instrument അല്ലേ. അപ്പം കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫുള്ളി ഓർ പാർട്ട്ലി കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്ത് റിസർവ് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ അതിലേക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അറ്റ് ദ ടൈം ഓഫ് കൺവേർഷൻ ഓഫ് സച്ച് കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് on this same terms such the equity shares offered in the right issue were issued. Then letter of offer, abridged letter of offer, pricing and a period of subscription. The abridged letter of offer along with the application form shall be dispatched to the registered post or speed post to the existing shareholders at least 3 days before the date of opening issue. Issue open ചെയ്യുന്നതിന് 3 ദിവസം മുമ്പെങ്കിലും letter of offer അയച്ചിരിക്കണം. The shareholders who have not received the application from may apply in writing on plain paper along with the റിക്വസ്റ്റഡ് ആപ്ലിക്കേഷൻ മണിയോടൊപ്പം ആപ്ലിക്കേഷൻ ഫോം റിസീവ് ചെയ്യാത്ത അപ്ലൈ ചെയ്യാനുള്ള ഫോം കിട്ടാത്ത ഷെയർ ഹോൾഡേഴ്സിന് പ്ലെയിൻ പേപ്പറിൽ ആപ്ലിക്കേഷൻ മണിയോടൊപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ്. ദ ഷെയർ ഹോൾഡേഴ്സ് മേക്കിംഗ് ആപ്ലിക്കേഷൻ അതർവൈസ് ദാൻ ഓൺ ആപ്ലിക്കേഷൻ ഷാൽ നോട്ട് ബി റിനൗൺസ് ദെയർ റൈറ്റ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിലല്ലാതെ അവർ പ്ലെയിൻ പേപ്പറിൽ അപ്ലൈ ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരുടെ റൈറ്റ് റിനൗൺസ് ചെയ്യാൻ കഴിയില്ല. The issue price shall be decided before determining the record date, which shall be determined in consultation with the stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇഷ്യൂ പ്രൈസ് തീരുമാനിക്കും. ഡിസൈഡ് ബിഫോർ ഡിറ്റർമൈനിങ് റെക്കോർഡ് ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഇഷ്യൂ പ്രൈസ് ഡിസൈഡ് ചെയ്യണം. The right issue shall be open for subscription for a minimum period of 15 days and for a maximum period of 30 days. അപ്പോൾ ആ ഒരു ഓഫർ ഓപ്പൺ ആക്കിയിട്ട് പീരീഡ് മിനിമം 15 ഡേയ്സും മാക്സിമം 30 ഡേയ്സും അത് ഓഫർ ആ റൈറ്റ് എക്സസൈസ് ചെയ്യാനുള്ള ആ ഒരു ടൈം പീരീഡ് കൊടുക്കണം. The issuer shall give a payment option to all the investors. The issuer shall give payment option to all investors. Then part payment on application with the balance money to be paid in കോൾ മണി ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഫുൾ പേയ്മെൻറ്റ് ഓൺ ആപ്ലിക്കേഷൻ മണി ആയിട്ട് ഫുള്ള് മേടിക്കുകയോ അല്ലെങ്കിൽ കോളായിട്ട് മേടിക്കുകയോ ചെയ്യാം. റൈറ്റ് ഇഷ്യൂൻ്റെ കേസ് സാറിന് ഷെയർ ഇഷ്യൂ. ദെൻ പ്രീ ഇഷ്യൂ അഡ്വർടൈസ്മെൻറ്റ് ഫോർ റൈറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രീ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട കേസ് പ്രീ ഇഷ്യൂ അഡ്വർടൈസ്മെൻറ്റ്. The date of completion of dispatch of abridged letter of offer and application form. Then the sender other than registered office of issuer where the holders may obtain a duplicate copy of application form in case they do not receive the application form within a reasonable time after opening right issue ഓപ്പൺ ചെയ്ത് റീസണബിൾ ടൈമിലുള്ള ആപ്ലിക്കേഷൻ കിട്ടാത്തവർക്ക് രജിസ്റ്റേർഡ് ഓഫീസ് അല്ലാതെ മറ്റുള്ള സെൻറ്ററിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം കിട്ടാനുള്ള സംവിധാനം ചെയ്യണം. A format to enable the shareholders entitled to apply against their right entitlement to make the application on plain paper specify their necessary particulars such as name, address, ratio of right issue price. അപ്പം പ്ലെയിൻ പേപ്പറിൽ ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നെയിം, അഡ്രസ്സ്, അപ്പോൾ അത് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന അതേ കാര്യം ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. A statement that the application can be directly sent by the holders entitled to apply against the right entitlement to the registered post together with the application money to the issuer's designated official at the address given in the advertisement. അഡ്വർടൈസ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഒഫീഷ്യൽ അഡ്രസ്സിലേക്ക് വേണം സംഭവം അയച്ചു ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി. Statement to effect that if the shareholder make an application on plain paper and also on application form, both his application shall be liable to be rejected at the option of the issuer. Issued option പ്രകാരം രണ്ടും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാവുന്നതാണ്.
The advertisement shall be made at least one English national daily newspaper with wide circulation, one Hindi national newspaper with wide circulation, and one regional language daily newspaper with wide circulation at the place where registered office of the issuer is situated. അല്ല, ഇഷ്യൂറുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ഒരു നാഷണൽ ഇംഗ്ലീഷ് പേപ്പറിലും സർക്കുലേഷനുള്ള ഇംഗ്ലീഷ് പേപ്പറിലും ഹിന്ദി നാഷണൽ ഡെയിലിയിലും അതുപോലെ റീജിയണൽ നാഷണൽ ഡെയിലിയിലും എന്ത് ചെയ്തിരിക്കണം, പബ്ലിഷ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ദ ഇഷ്യൂ അറ്റ്ലീസ്റ്റ് 3 days ബിഫോർ, അല്ലേ, ഇഷ്യൂ ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് കൊടുത്തിരിക്കണം. Reservation for employees along with the right issue. Reservation for employees along with the right issue. Subject to other applicable provisions of this regulation, the issuer may make a reservation for the employees along with the right issue subject to the condition that the value allotment to any employee shall not exceed 2 lakh rupees. അല്ലെ, 2 lakh അധികം വരാത്ത എംപ്ലോയീസിന് ഓഫർ ചെയ്യാവുന്നതാണ്. യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് റൈസിംഗ് റൈറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. The issuer shall utilize the fund collected in right issue after the finalization of the basis of allotment. Finalization basis of allotment നടത്തിയതിനു ശേഷം ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.